വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദുർഗാസ് വേൾഡ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു കുഞ്ഞു വിഷുദിന വിശേഷങ്ങളാണ്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു. ഇതൊരു പുതിയ വർഷം എല്ലാവർക്കും അടിപൊളിയാവട്ടെ. വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ വന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് വിളിച്ചു. അമ്മ കാലത്തെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ചു. വാമിക്കുട്ടിയും കണ്ടു കേട്ടോ. വാമിക്കുട്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് കരച്ചിലൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് തൊഴുത് കൃഷ്ണനെയൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കണിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വാമിക്കുട്ടിക്ക് കുറിയൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ കുറിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വാമിക്കുട്ടിയായിരുന്നു ഇപ്രാവശ്യം എല്ലാവർക്കും കൈനീട്ടം കൊടുത്തത് കേട്ടോ. ആളങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കും അച്ഛനും അനിയനും എല്ലാവർക്കും ഓരോരുത്തരായിട്ട് ആൾ കൈനീട്ടം കൊടുക്കുകയാണ്. അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, ഇയാൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. വാമിക്കുട്ടിക്ക് കിട്ടുന്ന കൈനീട്ടം എല്ലാം ആൾ വാങ്ങിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് സോഫയിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് കേട്ടോ. അത് രസം ഉണ്ടായിരുന്നു കാണാൻ. കാരണം അവളുടെ കുടുക്കയെങ്ങ് അവളുടെ അച്ചാച്ചി വീട്ടിലാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മുടെ കൃഷ്ണൻ്റെ അടുത്ത് ഇരുന്നതിന് ശേഷം പിന്നെ കുഞ്ഞമ്മാമീനെയൊക്കെ വെച്ച് വീഡിയോ കോൾ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയിടലൊക്കെ ആയിരുന്നു. ഒരു 6:30 ആയപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് അമ്മയും മാമിക്കുട്ടിയും അച്ഛനും കൂടെ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ, ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോവാണ് കേട്ടോ. കാരണം അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും കൂടെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു യാത്ര. എപ്പോഴും ഞാനും കൂടെ കാണും. അപ്പോൾ ആൾ ഒറ്റയ്ക്ക് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ അമ്പലത്തിൽ പോയിക്കാണ്. ഞാൻ പോയില്ല, കാരണം കാലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർ പോട്ടെ, വൈകിട്ട് ഞാൻ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കണം, സദ്യ ഉണ്ടാക്കണം. ഞാൻ കുളിച്ചൊന്നുമില്ല, എനിക്കിനി കുളിക്കണം. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ചായ ഇട്ടതും അതും ഇതും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി നീറ്റാക്കിയിട്ട് പിന്നെ പുട്ട് പുഴുങ്ങാനായിട്ട് വെച്ചു. എന്നിട്ട് കുറേ തുണി വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വിരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. വന്നപ്പോൾ വാമിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഗെയിമിൽ ഫ്രണ്ടിലിരിക്കുകയാണ്. ഫ്രണ്ടിലിരുന്ന് വന്നതിൻ്റെ ഗെയിമാണോ എന്നറിയത്തില്ല, ആൾ ഭയങ്കര ഗെയിമിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയൊക്കെ അവിടെ നിന്നൊരു പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ സദ്യക്കുള്ള പരിപാടിയൊക്കെ കുറേ ഞാൻ അമ്മയ്ക്ക് അരിഞ്ഞൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. അതായത് സാലഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അച്ചാറൊക്കെ ഇന്നലെ ഇട്ടു. മാങ്ങാച്ചാറും ഇഞ്ചിയും ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വെച്ചു, സാമ്പാർ ഉണ്ടാക്കി, അവിയൽ, ഉരുളക്കിഴങ്ങ് തോരൻ. നമ്മുടെ ഏറ്റവും സദ്യയിലെ മസ്റ്റാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് തോരൻ. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പായസം ഉണ്ടാക്കി. എനിക്കാകെ പപ്പടം പൊള്ളിക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി സെറ്റാക്കി ഞാനും കുഞ്ഞും കൂടെ പോയി ഇലയൊക്കെ വെട്ടി. ഈ ഒരു വേനൽക്കാലം ആയിട്ട് തന്നെ ഇലയൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും നമ്മളൊരു 5 എണ്ണം എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാ കറികളും എല്ലാം വിളമ്പി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. നമ്മുടെ വാമിക്കുട്ടി ഉറക്കമായതുകൊണ്ട് തന്നെ ആളിനെ വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. നമ്മുടെ വാമിക്കുട്ടി നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്ക് വിഷു സദ്യ കഴിക്കാനായിട്ട് നമ്മുടെ വാമേസിനെ വിളിക്കണ്ടേ. മോള് നല്ല ഉറക്കമായിരുന്നെങ്കിലും വിഷു സദ്യ കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ ആൾ ചാടി എഴുന്നേറ്റ് കേട്ടോ. ആളിനും ഭയങ്കര ഇഷ്ടമാണ് ഇലയൊക്കെ ഇട്ട് കഴിക്കുന്നത്. പക്ഷേ അങ്ങനെ കഴിപ്പൊന്നുമില്ല, ചുമ്മാ വന്നിരുന്ന് എല്ലാം ചുമ്മാ ഇട്ട് ഞവടിയിട്ടൊക്കെ ആൾ പോവും. എന്നാലും കുഴപ്പമില്ല, ഒരു രസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് വിഷു സദ്യ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു സദ്യ കഴിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.